ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിഖിലാലി ക്ലാസ് റൂംസ്. ഇന്ന് നമ്മൾ തുടങ്ങാൻ പോകുന്നത് ബി കോമുകാർക്കും ബി ബി എക്കാർക്കും പ്രിയപ്പെട്ട ഏറ്റവും നല്ലൊരു പേപ്പറാണ്, ഏറ്റവും സിമ്പിളായൊരു പേപ്പറാണ് എടുക്കുന്നത്. സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്. നമുക്ക് തുടങ്ങാം. നമുക്കൊന്ന് കാനോൺ തിയറിയെ പറ്റി ഒന്ന് സംസാരിച്ചാലോ. തിങ്ക് ഓഫ് യുവർ ഓർഗനൈസേഷൻ ആസ് ലോങ് കനോയ്. The canoe has a destination. Everyone in the canoe has a seat and paddle. Everyone is expected to paddle. Those who won't paddle have to get out of the canoe. They who prevent others from paddling have to readjust or get out of the canoe. പുറത്തേക്ക് പോകണം. There are no passengers in the canoe. The canoe theory understands crisis. The canoe theory says you have the right to be happy. കനോയ് തിയറിയുടെ പിക്ചർ കണ്ടോ കൊടുത്തേക്കുന്ന ഒരു സ്ട്രാറ്റജിയുടെ ഒരു മറമാണ്. അതാ കണ്ട ഒരു ബോട്ടിൻ്റെ കണ്ട ഇങ്ങനെ ഒരു ഇത് കനോയ് തിയറിയുടെ. പ്രിസർവ് ദ കോർ, സ്റ്റിമുലേറ്റ് പ്രോഗ്രസ്, ബിൽഡ് ടു ലാസ്റ്റ് ആണ് ഈ കാര്യങ്ങൾ. പ്രിസർവ് ദ കോർ ഉണ്ട്, സ്റ്റിമുലേറ്റ് പ്രോഗ്രസ്. ഗുഡ് ടു ഗ്രേറ്റ് എന്താണ്? 5 ലെവൽ ലീഡർഷിപ്പ് ഉണ്ട്. ഫസ്റ്റ് ഹൂ, ദെൻ വാട്ട്, കോൺഫ്രണ്ട് ദ ബ്രൂട്ടൽ ഫാക്ട്സ്, ഹെഡ്ജ് ഹോഗ് കൺസെപ്റ്റ്, ഹെഡ്ജ് ഹോഗിൻ്റെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. ദ കൾച്ചർ ഓഫ് ഡിസിപ്ലിൻ, ഡിസിപ്ലിൻ്റെ കൾച്ചറുണ്ട്. ടെക്നോളജി ആക്സിലറേറ്റേഴ്സ്, പിന്നെ ഫ്ലൈ വീൽ ആൻഡ് ദൂം ലൂപ്പ് എന്ന് പറഞ്ഞുണ്ട്. പ്രൈവറ്റ് വേഴ്സസ് പബ്ലിക് ഓർഗനൈസേഷൻ, പർപ്പസ്, ഗോൾസ്, ഫിനാൻസിങ്, ഡിസിഷൻ മേക്കിംഗ്, കീ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ പർപ്പസ് എന്താണെന്ന് നോക്കുക, എന്തൊക്കെ നമുക്ക് ഗോൾസ് നേടിയെടുക്കാൻ പറ്റും, ഫിനാൻസിങ് ആയത് എന്തൊക്കെ ഡിസിഷൻ എടുക്കാം, ഏതൊക്കെ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് വയ്ക്കാം. എന്താണ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് വേഴ്സസ് സ്ട്രാറ്റജിക് പ്ലാൻ? നമുക്കൊന്ന് അതിനെപ്പറ്റി സംസാരിച്ചാലോ. ഫീച്ചേഴ്സ് ഓഫ് സക്സസ്ഫുൾ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്. Has support of organization executive officer. Is user friendly? Yes, correct. Is participatory, not left to planners. Flexible ആണ്, is flexible. Leads to research decisions. Engages and motivates all staff. Is fresh and continuous, not static and stable. Features: is proactive, not a quick ഫിക്സ് പോലെ ഒരു പരിപാടി. പാർട്ട് ഓഫ് ക്വാളിറ്റി മാനേജ്മെൻറ്റ്. പേ ഓഫ് ഇൻക്രീസ് ഓവർ ടൈം. ലെസൺസ് ലേൺഡ് അബൌട്ട് സ്ട്രാറ്റജിക് പ്ലാനിങ്. പ്ലാൻസ് മസ്റ്റ് ബി ടൈലർഡ് ടു ഓർഗനൈസേഷൻ പറയുന്നു. നോ വൺ സൈസ് ഫിറ്റ്സ് ഓൾ. ടൈം ടു കംപ്ലീറ്റ് ടേക്സ് ലോങ്ങർ. എക്സ്പെക്ട് 50% more than planned. Process needs a shepherd. Visionary is needed at the beginning and detail types thereafter. നമുക്കൊന്ന് വൈ മാനേജ് ഡോൺ പ്ലാൻ. എന്തൊക്കെ? ടൈം കൺസ്യൂം ചെയ്യുക, ഡിമാൻഡ് വയ്ക്കാം, നോട്ട് റിവാർഡ് വേണ്ട, എക്സിക്യൂട്ട് ഡോൺ സപ്പോർട്ട് ഇറ്റ്, ടു റിസ്കി ആയ കാര്യങ്ങൾ ചെയ്യുക. സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് മോഡലിൽ വരുന്നതാണ്. നമ്മൾ സ്കാനിങ് ചെയ്യുന്നു. പിന്നെ വേർ ആർ യു വി നൗ, സ്ട്രാറ്റജി ഫോമുലേഷൻ ചെയ്യുന്നു. വേർ ഡു വി വാണ്ട് ടു ബി, സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷൻ, ഹൗ ഡു വി ഗെറ്റ് ദെയർ, മെഷർമെൻറ്റ് ആൻഡ് പെർഫോമൻസ് മെഷർ ചെയ്തെടുക്കുന്നു. ഹൗ ഡു വി മെഷർ അവർ പ്രോഗ്രസ്. എന്താണ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് മോഡൽ? സ്ട്രാറ്റജിക് ഫോമുലേഷൻ, വിഷൻ, മിഷൻ, വാല്യൂസ്, ഗോൾസ്, ഒബ്ജക്റ്റീവ്സ്, അങ്ങനെ കുറേ പോകുന്നു. വേർ ഡു വി വാണ്ട് ടു ബി, വിഷൻ വിത്തൗട്ട് ആക്ഷൻ ഈസ് എ ഡേ ഡ്രീം. ആക്ഷൻ വിത്തൗട്ട് വിഷൻ ഈസ് നൈറ്റ് മെയർ. നോട്ട് ഓപ്ഷണൽ, സ്ട്രെച്ച് 30+ years. 8-10 words in length. ഫ്യൂച്ചർ സ്റ്റേറ്റ്, ഭാവിയിലൊരു സംസ്ഥാനം. ബ്രീഫ് ആൻഡ് മെമ്മറബിൾ. വിഷൻ, inspiring and challenging.
ഡിസ്ക്രിപ്റ്റീവ് ഓഫ് ദ ഐഡിയൽ. വിഷൻ നമുക്ക് വേണ്ടപ്പെട്ട ഒരു പ്രധാന ഘടകമാണ്. അടുത്ത ഇതാ വിഷൻ്റെ എക്സാമ്പിൾ. ലൈറ്റ് ദ ഫയർ വിത്തിൻ, എ സേഫർ ഫ്യൂച്ചർ ഫോർ ഓൾ കമ്മ്യൂണിറ്റീസ്, സീ മൗണ്ടൻസ്, ബ്രീത്ത് ഫ്രീലി, ടു ബി ദ ഹാപ്പിയസ്റ്റ് പ്ലേസ് ഓൺ എർത്ത്, ടു ബി ദ വേൾഡ്സ് ബെസ്റ്റ് ക്വിക്ക് സർവീസ് റെസ്റ്റോറൻറ്റ്. വിഷൻ ലെവൽ പീപ്പിൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സം പീപ്പിൾ നെവർ സീ ഇറ്റ്, വാണ്ടറേഴ്സ്, പിന്നെ ഫോളോവേഴ്സ്, പിന്നെ അച്ചീവേഴ്സ്, പിന്നെ ലീഡേഴ്സ്, അങ്ങനെ കുറേ പേർ നമ്മളെ പിന്നെ ജോൺ മാക്സ് ഡെവലപ്പിംഗ് ദ ലീഡർ വിത്തിൻ യു 1993 എന്ന് പറഞ്ഞ്. സം പീപ്പിൾ നെവർ സീ ഇറ്റ്, വാണ്ടറേഴ്സ്. സം പീപ്പിൾ സീ ഇറ്റ് ബട്ട് നെവർ പെർസ്യൂ it on their own, followers. Some people see it and pursue it, achievers. Some people see it, pursue it and help others see it. വിഷൻ എക്സസൈസ്. മിഷൻ സ്റ്റേറ്റ്മെൻ്റ് എന്നാ. നമുക്ക് എന്താണ് മിഷൻ? നമ്മൾ ലക്ഷ്യമാണ്. നമ്മളൊരു ഒരെണ്ണം ചെയ്യാൻ പോകുന്നത് ഒരു മിഷൻ. നമ്മളൊരു പ്രോജക്റ്റ് ഒരു മിഷനാണ്. In the absence of clearly defined direction, one is forced to concentrate on confusion that will ultimately consume you. Mission. What is your purpose? എന്താണ് പർപ്പസ്? ടൈം ലൈൻ ഇൻ 3 to 5 years. ടൈം ലൈൻ 3 to 5 years വരും. 30 to 35 words in length ഇതിൽ പറയാം. Tends to focus on core business അതും പറയാം. ഇങ്ങനെ കുറേ കാര്യം. മിഷൻ എക്സാമ്പിൾ. ടു ലീഡ് ഓൾ കമ്മ്യൂണിറ്റീസ് ഡിസാസ്റ്റർ പ്രിപ്പയർനെസ് മിറ്റിഗേഷൻ ആൻഡ് റിക്കവറി ബൈ മാക്സിമൈസിങ് അസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട്. കാൾട്രൻസ് ഇംപ്രൂവ്സ് മൊബിലിറ്റി അക്രോസ് കാലിഫോർണിയ ടു പ്രൊഡ്യൂസ് സുപ്പീരിയർ ഫിനാൻഷ്യൽ റിട്ടേൺസ് ഫോർ അവർ ഷെയർ ഹോൾഡേഴ്സ് ആസ് വി സെർവ് അവർ കസ്റ്റമേഴ്സ് with the highest quality of transportation, logistics and e-commerce, electronic commerce, quality transportation, air transportation, അങ്ങനെ waterway transportation, അങ്ങനെ പല റെയിൽവേ, അങ്ങനെ പോവും റോഡ് ട്രാൻസ്പോർട്ടേഷൻ. ലോജിസ്റ്റിക്സിനും ലോജിസ്റ്റിക്സ് പറയുന്നുണ്ട്. ലോജിസ്റ്റിക്സ് ഒക്കെ വരുന്നുണ്ട് ഇതിൽ. മിഷൻ എക്സസൈസ്. കോർപ്പറേറ്റ് ഗവേണൻസ്. കോഡ് ഓഫ് ഗവേണൻസ് ബോർഡ് ഡയറക്ടേഴ്സിൻ്റെയും മാനേജ്മെൻറ്റ് ടീമിൻ്റെയും കൺട്രോളിലാണ്. കോമ്പൻസേഷൻ എക്സിക്യൂട്ടീവ് കഴിഞ്ഞു. കോർപ്പറേറ്റ് ഗവേണൻസ്. സിസ്റ്റം ബൈ വിച്ച് എ ഫേംസ് ഓണർ കൺട്രോൾ ഇറ്റ്സ് അഫയേഴ്സ്. ഡസ് ഇറ്റ് വർക്ക്? കോഡ്സ് ഓഫ് ഗവേണൻസ്. ദ കാഡ്ബറി കോഡ് 1992. The Sarbanes-Oxley Act 2002, Public Company Accounting Oversight Board, Triple Bottom Line. Four major issues important are ownership structure and influence, financial stakeholders, the rights and relation, financial transparency and information disclosure, board structure and processes, audit process വരുന്നുണ്ട്. നമുക്കൊന്ന് നോക്കിയാലോ. റോൾ ഓഫ് ദ ബോർഡ് ഡയറക്ടേഴ്സ്. മോണിറ്ററൈസേഷൻ ചെയ്യാം, ഇവാലുവേഷൻ നടത്താം, ഇനിഷ്യേറ്റ് എടുക്കാം. ഓർഗനൈസേഷൻ ഓഫ് ബോർഡ്. ഇൻസൈഡേഴ്സ് വേഴ്സസ് ഔട്ട്സൈഡേഴ്സ്. കമ്മിറ്റീസ് ആൻഡ് എഫക്റ്റീവ്നെസ്. റോൾ ഓഫ് ടോപ്പ് മാനേജ്മെൻറ്റ് ടീം. എക്സിക്യൂട്ടീവ് ലീഡർഷിപ്പ് ആൻഡ് സ്ട്രാറ്റജിക് വിഷൻ നോക്കുക. ആർട്ടിക്കുലേറ്റ് സ്ട്രാറ്റജിക് വിഷൻ ഫോർ കോർപ്പറേഷൻ. Sets the model for others to identify and follow. Communicates high performance standards and builds confidence in followers' abilities to meet standard. Managing strategic planning process. എക്സിക്യൂട്ടീവ് കോമ്പൻസേഷൻ വരുമ്പോൾ ഇൻസെൻറ്റീവ് അലൈൻമെൻറ്റ്, ഇൻസെൻറ്റീവ് എടുക്കാം. എക്സിക്യൂട്ടീവ് ഓണർഷിപ്പ് എടുക്കാം. ഇൻസെൻറ്റീവ് കോമ്പൻസേഷൻ വരുമ്പോൾ സാലറി, ബോണസ്, സ്റ്റോക്ക് ഓപ്ഷൻ, LT ബോണസ്, ലിമിറ്റ് ബോണസ് ആണ് പറഞ്ഞിരിക്കുന്നത്. LT ബോണസ്.
കുറേ കാര്യങ്ങൾ. എക്സിക്യൂട്ടീവ് വാല്യൂസ് എന്തെല്ലാം? വാല്യൂസ് പലതരമുണ്ട്. ഗൈഡിങ് പ്രിൻസിപ്പിൾ, ഹെൽപ്പ് എസ്റ്റാബ്ലിഷ് കൾച്ചർ, പാർട്ട് ഓഫ് പ്രിസർവിങ് ദ കോർ ഐഡിയോളജി. വാല്യൂസിൻ്റെ എക്സാമ്പിൾ HPV, CHP പ്രൈഡ്, J&J credo, build the spirit of the place. എത്തിക്കൽ അവയർനെസ് മോഡൽ, ഓർഗനൈസേഷൻ്റെ എത്തിക്സ്, ഇൻഡിവിജ്വലായ എത്തിക്സ്, പേഴ്സണൽ വാല്യൂ, നമ്മുടേതായ പേഴ്സണലായ വാല്യൂസ്, ഇൻഡിവിജ്വലായ എത്തിക്സ്, അങ്ങനെ ഓർഗനൈസേഷൻ്റെ എത്തിക്സും എത്തിക്കൽ റൂളും. വാല്യൂ എക്സസൈസ് ആണ് പറഞ്ഞേക്കുന്നത്, ഇതിലൊന്നുമില്ല. ഇനി അടുത്തതാണ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് മോഡൽ. സ്കാനിങ്, നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ വേർ ആർ വി നൗ, മാക്രോ അനാലിസിസ്, ഇൻഡസ്ട്രി അനാലിസിസ്, SWOT analysis, internal versus and external elements. Why scan? To know your position in the environment, to respond effectively to constant change, to see the organization as a whole, to avoid surprises, to survive, to lay the foundation for strategic issues. Scanning, key environmental variable, macro environment, step and pestle. Task environment, industry. Internal environment, focal organization. Socio-cultural variables, lifestyle changes, career expectation, regional shift and population, life expectancies, more women in workforce, greater concern for fitness, postponement of family formation, increase in temporary workers. Technology variables. Total federal spending for R&D, total industry spending for R&D, focus of technological efforts, patent protection, wireless communication, nanotechnology, productivity improvements, genetic engineering, അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത് മെയിനായുള്ള ടെക്നോളജിക്കൽ വേരിയബിൾ, R&D റിസർച്ച്, അങ്ങനെ കുറേ കാര്യം. എന്താണ് എക്കണോമിക് വേരിയബിൾ? GDP ട്രെൻഡ്സ്, ഇൻട്രസ്റ്റ് റേറ്റ്സ്, മണി സപ്ലൈ വരും, ഇൻഫ്ലേഷൻ റേറ്റ്സ്, അൺഎംപ്ലോയ്മെൻറ്റ് ലെവൽ, wage price control, energy availability and cost, disposable and discretionary income, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളാണ് വരുന്നത് എക്കണോമിക് വേരിയബിൾ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നല്ല രീതിയിൽ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റുന്നൊരു പേപ്പറുമാണ്. പൊളിറ്റിക്കൽ ആൻഡ് ലീഗൽ, ആൻറ്റി ട്രസ്റ്റ് റെഗുലേഷൻ, ട്രസ്റ്റ് അല്ലാത്ത ഒരു ഇത്, ടോർട്ട് റിഫോം, ടോർട്ടിനെ റിഫോം ചെയ്യുന്നു. എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ലോസ്, അതും വേണം. ടാക്സേഷൻ അറ്റ് ലോക്കൽ, സ്റ്റേറ്റ് ആൻഡ് ഫെഡറൽ ലെവൽ, ഹയറിംഗ് ആൻഡ് പ്രൊമോഷൻ ലോസ്. പിന്നെ അമേരിക്കൻ ഡിസബിലിറ്റീസ് ആക്ട്സ് ഓഫ് 1990, സർബെയിൻസ്-ഓക്സ്ലി ആക്ട് ഓഫ് 2002. ഡെമോഗ്രഫിക് വേരിയബിൾസ്, ആക്ടിംഗ് പോപ്പുലേഷൻ, റൈസിംഗ് affluence, change in ethnic composition, geographic distribution of population, disparities in income level, aging populationൻ്റെ പിന്നെ റൈസിങ് അഫ്ലുവൻസ്, അതാണ് ഡെമോഗ്രഫിക് വേരിയബിൾസ് വരുന്നത്. ഗ്ലോബൽ വേരിയബിൾസ്, ഇൻക്രീസ് ഇൻ ഗ്ലോബൽ ട്രേഡ്, ഇൻക്രീസ് ചെയ്യും. പിന്നെ കറൻസി എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ റേറ്റ് കൂടും. എമർജൻസി ഓഫ് ഇന്ത്യൻ ആൻഡ് ചൈനീസ് എക്കണോമിക്സ്, എമർജൻസി. ട്രേഡ് അഗ്രിമെൻറ്റ്സ്, NAFTA, EU, ASEAN. ക്രിയേഷൻ WTO, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ ക്രിയേഷൻ മെത്തേഡ്. സ്റ്റെപ്പ് എക്സസൈസ്, സോഷ്യോ കൾച്ചറൽ, ടെക്നോളജിക്കൽ, എക്കണോമിക്, പൊളിറ്റിക്കോ ലീഗൽ. ഇൻഡസ്ട്രി അനാലിസിസ്, 6 ഫോഴ്സസ് ആണ്. ഇൻഡസ്ട്രി കോമ്പറ്റീറ്റേഴ്സ്, സപ്ലയേഴ്സ്, കസ്റ്റമേഴ്സ്, പൊട്ടൻഷ്യൽ ന്യൂ എൻട്രൻസ്, സബ്സ്റ്റിറ്റ്യൂട്ട്സ്, അതർ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. റോൾ ഓഫ് കോംപ്ലിമെൻറ്റേഴ്സ്, ഇത്ര 6 പേര് നിങ്ങൾ മറക്കരുത്. ഇൻഡസ്ട്രിയം, സപ്ലയേഴ്സ്, കസ്റ്റമേഴ്സ്, പൊട്ടൻഷ്യൽ ന്യൂ എൻട്രൻസ്, സബ്സ്റ്റിറ്റ്യൂട്ട്സ്, അതർ സ്റ്റേക്ക് ഹോൾഡർ. റോൾ ഓഫ് കോംപ്ലിമെൻറ്റേഴ്സ്, ന്യൂ entrance and entry barriers. Absolute cost advantages, access to inputs, government policy, economic ease of scale, capital requirement, brand identity, switching and cost access to distribution, proprietary products.
നമുക്കിനി ബയ്യർ പവർ, നമ്മുടെ ബയ്യർ പവർ നോക്കിയാലോ. ബയ്യർ വോളിയം ആൻഡ് ഇൻഫർമേഷൻ, ബ്രാൻഡ് ഐഡൻറ്റിറ്റി, പ്രൈസ് സെൻസിറ്റിവിറ്റി, ത്രെട്ട് ഓഫ് ബാക്ക്വേർഡ് ഇൻറ്റഗ്രേഷൻ, പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ, സബ്സ്റ്റിറ്റ്യൂട്ട്സ് ബയ്യർ പവറിനെ പറഞ്ഞു. ഇനി സപ്ലയർ പവർ, സപ്ലയർ കോൺസെൻട്രേഷൻസ്, ഡിഫറൻസിയേഷൻ ഓഫ് ഇൻപുട്സ്, സ്വിച്ചിങ് കോസ്റ്റേഴ്സ്, ത്രെട്ട് ഓഫ് ഫോർവേഡ് ഇൻറ്റഗ്രേഷൻ, കോസ്റ്റ് റിലേറ്റീവ് ടു ടോട്ടൽ പർച്ചേസ് ഇൻ ഇൻഡസ്ട്രി, പർച്ചേസ് ചെയ്യുന്ന പരിപാടികൾ പറഞ്ഞു. സബ്സ്റ്റിറ്റ്യൂട്ട്, സ്വിച്ചിങ് കോസ്റ്റേഴ്സ്, ബയ്യർ ആൻഡ് ഇൻഫർമേഷൻ ടു സബ്സ്റ്റിറ്റ്യൂട്ട്, വെറൈറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്, അങ്ങനെ കുറേ. പ്രൈസ് പെർഫോമൻസ് നടക്കുന്നു, അങ്ങനെ കുറേ. നെസസിറ്റി ഫോർ പ്രോഡക്റ്റ് ആൻഡ് സർവീസ്, അത്രയേ ഉള്ളൂ. ഡിഗ്രി ഓഫ് റിവർലി, എക്സസ് ബാരിയർ, ഇൻഡസ്ട്രി കോൺസെൻട്രേഷൻ, ഫിക്സഡ് കോസ്റ്റസ്, ഇൻഡസ്ട്രി ഗ്രോത്ത്, intermittent over capacity, switching costs, brand identity, diversity of rivals, corporate stakes, other stakeholders, unions ഉണ്ട്, ഗവൺമെൻറ് പോളിസീസും എംപ്ലോയീസും എല്ലാവരും വരും. ട്രേഡ് ആൻഡ് ഒഫീഷ്യൽ പ്രൊഫഷണൽ അസോസിയേഷൻ, അതർ ഡയറക്റ്റ് ഇൻഫ്ലുവൻസസ്, കൾച്ചർ, അങ്ങനെ കുറേ കാര്യങ്ങൾ. റോൾ കോംപ്ലിമെൻറ്റേഴ്സ്, നമ്പർ ഓഫ് കോംപ്ലിമെൻറ്റ്സ്, റിലേറ്റീവ് വാല്യൂ ആഡഡ്, difficulty of engaging compliments, buyer perception of compliments, compliment exclusivity, tend to increase profits by increasing demand for an industry's products. അങ്ങനെ കുറേ കാര്യങ്ങൾ റോൾ ഓഫ് കോംപ്ലിമെൻറ്റേഴ്സ് വരുന്നുണ്ട്. നമുക്ക് എന്താണ് 6 pulses എക്സസൈസ്, നമുക്കൊന്ന് സംസാരിച്ചാലോ അതിനെപ്പറ്റി. കോമ്പറ്റേറ്റീവ് പ്രൊഫൈൽ അനാലിസിസ്, നമുക്കൊന്ന് സംസാരിച്ചാലോ അതിനെപ്പറ്റി. ഐഡൻറ്റിറ്റി കീ കോമ്പറ്റീറ്റേഴ്സ് ഫാക്ടേഴ്സ്, പിന്നെ ഐഡൻറ്റിഫൈ കീ കോമ്പറ്റീറ്റീവ് ഫാക്ടേഴ്സ്, ഐഡൻറ്റിഫൈ കീ കോമ്പറ്റീറ്റേഴ്സ്. നമുക്ക് നോക്കിയാലോ. കോമ്പറ്റീവ് പ്രൊഫൈൽ എക്സസൈസ് അത് നോക്കൂ നിങ്ങൾ. നീ പടം കണ്ടോ? ഇൻഡസ്ട്രി ഫോർസൈറ്റാണ്. കസ്റ്റമേഴ്സ് നീഡ്, അതാ കസ്റ്റമർ അൺസെവ്ഡ്, ഇങ്ങനെ അൺആർട്ടിക്കുലേറ്റഡ് എന്ന് പറഞ്ഞാൽ ഈ കാണിക്കുന്ന ആർട്ടിക്കുലേറ്റ്, ഈ നീല അണിക്കുന്നത് കണ്ടോ. ഓപ്പർച്യൂണിറ്റീസ്, അൺഎക്സ്പ്ലോയിറ്റഡ്, അങ്ങനെ കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ്, ഇൻറ്റേർണൽ പ്രൊഫൈൽ അനാലിസിസ്, സോട്ട് അനാലിസിസ്, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇൻറ്റേർണൽ പ്രൊഫൈൽ അനാലിസിസും സോട്ട് അനാലിസിസും മെയിൻ ഘടകങ്ങളാണ് ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റിൽ. ഇൻറ്റേർണൽ പ്രൊഫൈൽ അനാലിസിസിൽ അടുത്തതാണ് ഐഡൻറ്റിഫൈ കീ കോർ ഫങ്ഷൻസ്, ഐഡൻറ്റിഫൈ കീ മെഷേഴ്സ് ഫോർ കോർ ഫങ്ഷൻ, ബിൽഡ് എ മെട്രിക്സ്, ഒരു മെട്രിക്സ് ഫോം ചെയ്യുന്നു. സോട്ട് അനാലിസിസ്, സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി, ത്രെഡ്സ്. ഇൻറ്റേർണലിൽ വരുന്ന സ്ട്രെങ്ത്, വീക്ക്നെസ്, എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ്, ഓപ്പർച്യൂണിറ്റി, ത്രെഡ്സ്. സോട്ട് എക്സസൈസ് നമുക്ക് നോക്കിയാലോ. സ്ട്രാറ്റജിക് ഫോർമുലേഷൻ, സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് മോഡൽ formulation. Where do we want to be? Vision, mission, values, goals, objectives. Goal supports the mission, deals with one issue or item of focus, reflects a primary activity or strategic direction, describes to be state, BHAG, encompasses a long period, at least 3 years. Goal examples: achieve excellence in the delivery of disaster recovery and mitigation program. Professionally develop our employees as reflections of dad's key attributes and values. അങ്ങനെ കുറേ വരും. Become a model for customer service. അങ്ങനെ കുറേ കാര്യങ്ങൾ. To provide benefits correct amounts and issued in a ടൈംലി മാനർ, അങ്ങനെ കുറേ കാര്യങ്ങൾ വരുന്നു. ഗോൾ, മിഷൻ സ്റ്റേറ്റ്മെൻറ്റ്, ലിറ്റ്മസ് സ്റ്റേറ്റ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ട്. ലിറ്റ്മസ് ടെസ്റ്റ് ഉണ്ട്. ഗോൾ എക്സസൈസ്. ഒബ്ജക്റ്റീവ്സ്, ആഡ് സ്പെസിഫിസിറ്റി ബിയോണ്ട് ഗോൾസ്, ആൻസർ ദ ഇക്വേഷൻ. വാട്ട് ഈസ് ടു ബി അക്കംപ്ലിഷ്ഡ് ആവുന്നു. വെൻ, ഷുഡ് കണ്ടെയ്ൻ ദ സ്മാർട്ട് എലമെൻറ്റ്സ്. ഒബ്ജക്റ്റീവ്സ്, ദ സ്മാർട്ട് മോഡൽ. Specific, measurable, aggressive but attainable, results oriented, time frame.
അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. Strategic objective example. By June 30, 2005, achieve 75% rating on the DAT service index from all stakeholders. Increase sales growth. Sales growth increasing 6 to 8% in the next 5 years. P&G. Cut corporate overheads costs by $30 million per year. Fortune brands. Operate 6,000 stores by 2010, up from 3,000 in the year 2000. Walgreens. Reduce greenhouse gases by 10% from a 1990 bust by 2010. BP Amoco. Objective litmus test. Strategic objective exercise. Strategy management model. Strategic implementation. Everyone is responsible. Few guidelines. No easy 10-step checklist to follow. Strategic management model. Strategic implementation. Most open-ended part of strategic management. People implement strategies, not organizations. Strategic management model. Strategy implementation. How do we get there? Work action plans. GOOMS. Strategy implementation consideration. 7S framework. Strategy fit. Human resources. Patience. 7S framework കൂടി ചെയ്യുന്നു. സ്ട്രാറ്റജി ഫിറ്റ് ആവുന്നു. പിന്നെ ഹ്യൂമൻ റിസോഴ്സ്. പേഷ്യൻസ്. പിന്നെയാണ് 7S ഫ്രെയിംവർക്കിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയ വാല്യൂസ് ഷെയർ ചെയ്യുന്നു. പിന്നെ സ്ട്രാറ്റജി ഉണ്ട്, സ്ട്രക്ചറുണ്ട്, സിസ്റ്റംസ് ഉണ്ട്, സ്കിൽസ് ഉണ്ട്, സ്റ്റൈലുണ്ട്, സ്റ്റാഫുണ്ട്. നമുക്കൊന്ന് ഷെയർഡ് വാല്യൂസ്, സ്ട്രാറ്റജി, സ്ട്രക്ചർ, സിസ്റ്റം, സ്കിൽസ്, സ്റ്റൈൽ, സ്റ്റാഫ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് 7 ഫ്രെയിംവർക്ക്. ഹ്യൂമൻ റിസോഴ്സ് റൂൾ. ഹയർ സ്മാർട്ട്, ട്രെയിൻ ഹാർഡ്, മാനേജ് ഈസി. നമ്മൾ ട്രെയിൻ ആവണം, സ്കിൽഡ് ആവണം, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. ഈ മൂന്നിൽ ഹയർ സ്മാർട്ടായിരിക്കണം. ട്രെയിൻ ഹാർഡ് ട്രെയിനിങ് ചെയ്യണം. മാനേജ് ഈസി ആയിട്ട് മാനേജ് ചെയ്യണം കാര്യങ്ങൾ, പാടിന് ടഫിന്. നമുക്കിനി ഒരു പാരാബിൾ ഓഫ് ദ ബാംബു. ഇറ്റ് ടേക്സ് ദ പേറ്റൻസ് ആൻഡ് ഡിസിപ്ലിൻ ടു ഡെവലപ്പ് ആൻഡ് എംപവർ പീപ്പിൾ. ഇൻ ഫാക്ട് it's like growing bamboo. Once the seed is planted, you must water it daily for 4 years, 4 വർഷം, before the tree breaks ground. Then it grows 60 feet in 90 days. 60 ഫീറ്റിൽ 90 ദിവസത്തിനുള്ളിൽ. Executives who nurture people can get similar result. How, you ask? Can such rapid growth be possible? It results from the miles of roots that develop in those first 4 years. Preparing people to perform is the task of the leadership. Implementation strategies. GOOMS. Implementation conference. CEO involvement. CEOക്ക് ഇൻവോൾവ്മെൻ്റ് എടുക്കാം. അതർ സ്ട്രാറ്റജീസ്. GOOMS. ഗോൾസ്, ഔട്ട്കംസ്, ഒബ്ജക്റ്റീവ്സ്, മെഷേഴ്സ്. ഗോൾസ്, ഔട്ട്കം, ഒബ്ജക്റ്റീവ്സ്, മെഷേഴ്സ്. ഡെഫിനിഷൻ. ഗോൾ എന്ന് വെച്ചാൽ ബ്രോഡ്, ജനറൽ, ബാക്ക്. ഔട്ട്കം, ഡിസൈഡ് ആൻഡ് റിസൾട്ട് ആൻഡ് റിപ്പോർട്ട് പെർഫോമൻസ്. ഒബ്ജക്റ്റീവ്, വാട്ട് ആൻഡ് വെൻ. മെഷർ, എ ക്വാണ്ടിഫൈഡ് unit that assess progress or achievement. GOOM. Example: achieve excellence in the delivery of disaster recovery and mitigation. Outcome: increased customer satisfaction. Objective 1.1 by June 30, 2005. 75% rating on the DAT service index from all stakeholders. Measure DAT service index, DSI. GOOM service, goal, അങ്ങനെ കുറേ കാര്യം. GOOM service കഴിഞ്ഞു.
Goal, outcome, objective measures. Team measures. Strategy model, measurement and performance. Why do we measure our progress? എന്തൊക്കെയാവും? Why measure? Reactive reason, government intervention, fewer research and smaller budgets, increased demand for accountability, mandated, കണ്ടോ, makes us more responsive to public needs, provides feedback on mission accomplishment, create blueprint for linking budget to outcome. Blueprint create ചെയ്യുന്നു, linking budget to outcomes. ഗുഡ് മാനേജ്മെൻറ്റ്, ഗുഡ് പബ്ലിക് പോളിസി. നല്ലൊരു മാനേജ്മെൻറ്റാണ്, പബ്ലിക് പോളിസിയുമാണ് ഗുഡ് പോകുന്നു. ഇനി അടുത്ത മെഷർമെൻറ്റ്, 5 types ഓഫ് മെഷർമെൻറ്റ്. ഇൻപുട്ട് എടുക്കുന്നു, പിന്നെ ഔട്ട്പുട്ട് എടുക്കുന്നു, ഔട്ട്കം, ക്വാളിറ്റി, എഫിഷ്യൻസി. ഈ ടേംസ് ആരും മറക്കരുത്. അങ്ങനെ കുറേ കാര്യം. ഹൗ ഡു വി മെഷർ അവർ പ്രോഗ്രസ്, അങ്ങനെ 5 കാര്യങ്ങൾ പറഞ്ഞ് പോകുന്നു. ഇൻപുട്ട് മെഷർ എന്താണെന്ന് നോക്കാം. എമൗണ്ട് ഓഫ് റിസോഴ്സസ് needed to provide a particular product or service. Example, number of FTEs, PYs, number of eligible clients, number of customer requesting service, number of application received, number of sales orders received. Output measure, amount of product service provided, percentage highway resurfaced, number of police reports filled, number of vaccination given to school age children per year, number of shaft produced a single operating shift. An outcome reflect the actual results achieved and or other impact or benefit. Reduction in incidence of disease, percentage of discharged patients living independently, ആശുപത്രിയിലെ കേസ്, percentage of increase in ടൂറിസ്റ്റ് പ്ലേസിൽ വരുന്നു, percentage of monthly programmed sales orders filled on time. ക്വാളിറ്റി മെഷർ, നമ്മൾ ക്വാളിറ്റി മെഷർ ചെയ്യുന്നു. reflect the effectiveness, meeting the expectation of customers and stakeholders. Example, number of defect reports compared to number of reports produced, number of course ratings in highest category related to total number of course ratings. എന്താണ് എഫിഷ്യൻസി മെഷർ? ഓൾസോ നോൺ ആസ് പ്രൊഡക്ടിവിറ്റി മെഷർ. റിഫ്ലക്ട് ദ കോസ്റ്റ് ഓഫ് പ്രൊവൈഡിങ് പ്രോഡക്ട്സ് ഓർ സർവീസസ്. എക്സാമ്പിൾ, ഔട്ട്പുട്ട് ഇൻപുട്ട്, ഔട്ട്പുട്ട് ടൈം, ഔട്ട്പുട്ട് കോസ്റ്റ്, ഔട്ട്കം കോസ്റ്റ്. അടുത്ത കീപ്പിംഗ് പ്ലാൻ ഓഫ് ദ ഷെൽഫ്. ഓൾ സ്റ്റാഫ് മീറ്റിംഗ്, എല്ലാ സ്റ്റാഫിൻ്റെ മീറ്റിംഗ്. അനൗൺസ് ഫേസസ് ആയിട്ട് അനൗൺസ് ചെയ്യുന്നു. റിവ്യൂ ആൻഡ് അസസ് പ്ലാൻസ്, ക്വാർട്ടർലി സെഷൻസ്. അങ്ങനെ ചെയ്തു പോടും. സ്പോൺസേഴ്സ് ആൻഡ് ടീം ലീഡ്സ് ഫോർ സ്ട്രാറ്റജിക് ഗോൾസ് ആൻഡ് സ്ട്രാറ്റജിക് ഒബ്ജക്റ്റീവ്സ്. ഡെമിങ് ഫിലോസഫി, പ്ലാൻ ഡു ചെക്ക് ആക്ട്. ഡെമിങ് ഫിലോസഫിയിൽ വരും, പ്ലാൻ ഡു ചെക്ക് ആക്ട് വരുന്നു. ഡെവലപ്പിംഗ് ബെഞ്ച് സ്ട്രെങ്ത്, ഡ്രിൽ ഡൗൺ ആപ്ലിക്കേഷൻ. സ്പോൺസേഴ്സ്, ടീം ലെഡ്സ് ആൻഡ് ടീം വർക്ക് മെമ്പേഴ്സ്. വർക്ക് ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കുന്നു. പ്രോജക്റ്റ് ചാമ്പ്യൻ, ലീഡർഷിപ്പ് ട്രെയിനിങ് കൊടുക്കുന്നു. ലീഡർഷിപ്പ് കോൺഫറൻസ് പ്രസൻറ്റേഷൻ, ലീഡർഷിപ്പ് കോൺഫറൻസ് പ്രസൻറ്റേഷൻസ് കാണിക്കാനായിട്ട് ഓർഡർ ചെയ്യുന്നു. ഇനി എസ്റ്റാബ്ലിഷ് ഓഫ് ഓർഗനൈസേഷൻ പെർഫോമൻസ്, ട്രെയിനിങ് എംഫാസിസ്, സർട്ടിഫിക്കേഷൻ, അവാർഡ്സ് ആൻഡ് റെക്കഗ്നീഷൻസ്, കോട്ട് യാ, സെലിബ്രേഷൻ, വാക്ക് ദ വാക്ക്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞ് കാണിച്ചു, തീർന്നു. എന്താ എളുപ്പം ഉണ്ടായിരുന്നല്ലോ, സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് തീർത്തു. നല്ലൊരു എളുപ്പമുള്ളൊരു PPT ആയിരുന്നു, അത് ഞാൻ തീർത്തിട്ടുണ്ട് വിജയകരമായി.
താങ്ക് യു വെരി മച്ച്. നമ്മൾ മെയിൻലി എല്ലാം പറഞ്ഞു സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്. താങ്ക് യു വെരി മച്ച്. ബൈ.